ഫലസ്തീനെ കുറിച്ചുള്ള രോദനങ്ങൾ തീരുന്നില്ല. ഇന്ത്യയിൽ ഫലസ്തീനെ പ്രകീർത്തിക്കാനും ഹമാസിനെ വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ പല വിഘടനവാദികളുടെയും ലെഫ്റ്റ് ലിബറലുകളുടെയും ഏറ്റവും വലിയ വിഷമം എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഇപ്പോൾ ഫലസ്തീന് അനുകൂലമായ ഒരു പ്രസ്താവനയുമായി നടൻ പ്രകാശ് രാജ് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഇപ്പോൾ 17ാമത് ബംഗളൂരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഈ 17ാമത് ബംഗളൂരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഫലസ്തീൻ സിനിമ പോലും അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂല സിനിമ പോലും പ്രദർശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർണാടക ഭരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് ആണ്. കർണാടക CM ഇതിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ പ്രകാശ് രാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഫലസ്തീനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലടക്കം ഫലസ്തീനെ മഹത്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയെ മഹത്വവൽക്കരിക്കുന്ന പല തരത്തിലുള്ള ചെയ്തികളും നമ്മൾ കണ്ടിട്ടുണ്ട്. യഹിയ സിൻവാറിന്റെ അടക്കമുള്ള അങ്ങനെയുള്ള തീവ്രവാദികളുടെ അടക്കമുള്ള ചിത്രങ്ങൾ തിടമ്പായി ആനപ്പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ടുണ്ട്. കഫ്യ ധരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ എന്തൊരു സാംസ്കാരിക സമ്മേളനം നടന്നാലും അവിടെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിക്കാതെ ഇവർ പോകാറില്ല. നിയമസഭയ്ക്കകത്ത് പോലും ഫലസ്തീന്റെ കുട്ടികളെ പ്രതീകാത്മകമായി അവരുടെ ശവമഞ്ചങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ടാബ്ലോ പോലും ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായിട്ടുള്ള ഈ നടപടി പുറത്തു വരുന്നത്. ബാംഗ്ലൂരു ഫിലിം ഫെസ്റ്റിവലിൽ ഒരു കാരണവശാലും ഫലസ്തീന് അനുകൂലമായി ഒരു സിനിമ പോലും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിൽ ഞെട്ടിപ്പോയ പ്രകാശ് രാജാണ് ഇപ്പോൾ വാചാടോപവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രകാശ് രാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ എല്ലാം പ്രകാശ് രാജ് ശബ്ദമുയർത്താറുണ്ട്. അതിപ്പോ എന്ത് നയമാണെങ്കിലും പ്രകാശ് രാജിന് അന്ധമായിട്ടുള്ള മോദി വിരോധം കാരണം ശബ്ദമുയർത്താറുണ്ട്. പക്ഷേ ഒരു നായക്കുട്ടിയുടെ വില പോലും പ്രകാശ് രാജിന് കേന്ദ്രമോ ഇവിടെയുള്ള ജനങ്ങളോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.